ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വേറൊന്നുമില്ല ഗൈസ്, നമ്മുടെ ടോറസിൻ്റെ പാക്ക് വന്ന് നടക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. വെറും 500 കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ടോറസിൻ്റെ പാക്ക് മേടിക്കാം ഗൈസ്. അപ്പോൾ ആ പാക്ക് മേടിക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നേക്കണേ. അപ്പോൾ വെറുത്താണെന്നൊന്നും അറിയില്ല ഗൈസ്, എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. അതിന് നമ്മൾ പെനാൽറ്റി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഓക്കെ ഗൈസ്, നമുക്കൊരു ഫ്രീ ചാൻസ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ബെക്കാമൊക്കെ ഉള്ളൊരു ഫ്രീ ചാൻസ് ഡീൽ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പിക്ക് അടിക്കുമോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല ഗൈസ്. നമുക്ക് എന്തായാലും അത് കറക്കി നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും പാക്ക് മേടിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഗൈസ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഗൈസ് 492 കോയിനായിട്ടുണ്ട്. അപ്പോൾ ഒരു 50 കോയിൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ 500 കോയിൻ തികയ്ക്കാം. ഓക്കെ ഗൈസ്, എവിടെയാണ് നമ്മുടെ പാക്ക് എന്ന് നോക്കട്ടെ ഞാൻ. ഓക്കെ ഗൈസ്, ഈ കിടക്കുന്ന പാക്കാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് ഏതിൽ എപ്പിക്കിനൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എനിക്ക് ആ എപ്പിക്കിനെ ഫസ്റ്റ് ടൈം ഒന്ന് കിട്ടിയാൽ മതി എന്നാണ്, കളിപ്പിച്ച് നോക്കാൻ വേണ്ടിയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഒക്കെ നോക്കാം. ഓക്കെ പ്ലീസ് കൊനാമി, ബെക്കാമിനെ അല്ലെങ്കിൽ ആ സെൻറ്റർ പാക്കിനെ താട്ടെ. ടോണി അഡാംസ് എന്നാണ് ഇവൻ്റെ പേര്. ഓക്കെ, നല്ലൊരു കിടിലം സെൻറ്റർ ബാക്കാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ കൊനാമി എപ്പിക്ക് തരുമോ ഇല്ലയോ നമുക്കറിയില്ല ഗൈസ്. അപ്പോൾ ഇനി അടുത്തൊരു ഫ്രീ സ്പിൻ കിട്ടണമെങ്കിൽ 7ാമത്തെ ലാപ്പ് എന്തോ ആവണമെന്നാണ് എനിക്ക് തോന്നണേ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കെന്തായാലും ഫ്രീ സ്പിൻ എടുക്കാം ഗൈസ്. ഫ്രീ സ്പിൻ എടുക്കാം. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കി ചുമ്മാ നമുക്ക് എന്തായാലും കറക്കി നോക്കാം. എപ്പിക്ക് അടിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അപ്പോൾ ക്യാൻസലൊക്കെ ചെയ്ത് കറക്കി നോക്കാം ഗൈസ്. എങ്ങാനും ഫ്രീ സ്പിന്നിൽ നമുക്ക് കിട്ടിയാലോ. ഫസ്റ്റ് ടൈം തന്നെ ഒരു എപ്പിക്ക് കിട്ടുവാണെങ്കിൽ കളിപ്പിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തായാലും നമുക്ക് എപ്പിക്ക് കിട്ടും, പക്ഷേ എന്നാലും ഫസ്റ്റ് ടൈം കിട്ടുമ്പോൾ ഒരു കളിപ്പിച്ച് നോക്കാനൊരിത്. ഓക്കെ, എന്തായാലും നമ്മൾ ഫ്രീ സ്പിൻ എടുക്കാൻ പോവാണ്. ഹിയർ വി ഗോ. എപ്പിക് കൊനാമി പ്ലീസ്, എപ്പിക് ഗൈസ്. മേളിൽ കളറുണ്ട് ഗൈസ്. ഇത് എപ്പിക്കിൻ്റെ കളറല്ല ഗൈസ്, എനിക്ക് തോന്നുന്നത് എപ്പിക് അല്ല എന്നാണ് എനിക്ക് തോന്നണേ. ഓക്കെ ഗൈസ്, അവിടെ ഒരു വെള്ള ജേഴ്സിയാണ് കാണുന്നത്. ബെക്കാമല്ല ഗൈസ്, ബെക്കാമല്ല. എടാ തേഞ്ഞ് ഗൈസ്. പാൽമറിന് കിട്ടിയിട്ടുണ്ട്. പാൽമറിനെ കിട്ടി ഗൈസ്. എനിക്ക് വേണ്ടായിരുന്നു, കാരണം 3-2 കാർഡ് കണ്ട് ഇവൻ്റെ ഇരിപ്പുണ്ട് എൻ്റെ കയ്യിൽ. എനിക്ക് എന്തിനാ കൊണ്ടാകും, എനിക്ക് എപ്പിക്ക് മതിയായിരുന്നു. ഞാൻ വെള്ള ജേഴ്സി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ബെക്കാമായിരിക്കും എന്നാണ് വിചാരിച്ചത്. എന്തായാലും പാക്ക് എടുക്കുന്ന കാര്യത്തിലേക്ക് പോകാം ഗൈസ്. ഇപ്പോൾ ഓക്കെ, നമ്മളങ്ങനെ കളിച്ച് 50 കോയിൻ എന്തായാലും എടുത്തിട്ടുണ്ട്. 542 കോയിനായിട്ടുണ്ട്. പാക്ക് എടുക്കണോ വേണ്ടെന്നൊക്കെ ഇനി ആലോചിക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കട്ടെ. ഓക്കെ, ഇതല്ല ഗൈസ്, ഇതല്ല, മാറിപ്പോയി. ഓക്കെ, ഞാനിതിനകത്ത് മെസ്സിയുടെയോ അല്ലെങ്കിൽ നെയ്മറിൻ്റെയോ പാക്ക് മേടിക്കാൻ വേണ്ടി ഇരുന്നതാണ്. അതിനു വേണ്ടിയാണ് ഞാൻ കോയിൻ സേവ് ചെയ്തതും. പക്ഷേ ടോറസിനെ മേടിക്കണമെന്നൊരു ആഗ്രഹം ഗൈസ്. കാരണം പുള്ളിയുടെ കളിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലാത്തൊരു പ്ലെയറാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും സൈൻ കൊടുക്കാം. ഓക്കെ, ഹിയർ വി ഗോ. ഗൈസ് 500 കോയിൻ നമ്മൾ കൊടുത്ത് ടോറസിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾ എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ കളിപ്പിച്ച് നോക്കിയിട്ട് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലിൽ ടോറസിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും കോയിൻ സേവ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ നെയ്മറിനെയും മെസ്സിനെയും എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ. ഡെയിലി ഗെയിമിൽ എന്തായാലും നമ്മൾ തേഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത ഫ്രീ സ്പിൻ കിട്ടണമെങ്കിൽ 7ാമത്തെ ലാപ്പ് എന്താവണം. നമ്മളെന്തായാലും ടോറസിന് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്, ബൈ.